മരക്കുരിശിൽ നിന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ മൂന്നാം നാൾ. 50 നോമ്പിന്റെ പുണ്യത്തിൽ പാപത്തിന്റെ ഇരുളിൽ നിന്നും വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് ചുവടുവെക്കേണ്ട വിശുദ്ധ നാളുകൾ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ വചനങ്ങളോടെ തുടങ്ങണം. കാരണം ഈ വാരവും ഭൂലോകം സംഘർഷങ്ങളുടെ തുടർക്കഥയാണ്. തുടർച്ചയായ 2ാം വർഷമാണ് വെടിയൊച്ചകളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും നിലവിളികളുടെയും നടുവിൽ ശ്വാസം അടക്കി പിടിച്ചുള്ള ഒരു ഈസ്റ്റർ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയും അടക്കം ചെയ്യുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവർ വിശ്വസിക്കുന്ന ഈ സ്ഥലത്തേക്കാൾ വിശുദ്ധമായ മറ്റൊരു സ്ഥലമില്ല. എന്നിട്ടും പെസഹാ ദിനത്തിൽ രാവിലെ ചർച്ച് ഓഫ് ഹോളി സ്പിരിച്വലിന് പുറത്തെത്തിയത് ചെറിയ ജനക്കൂട്ടം മാത്രം. മൗനം തളം കെട്ടി നിന്ന പെസഹ. ിലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും 1980 ഏകപക്ഷീയമായി കൂട്ടിച്ചേർക്കുകയും ചെയ്ത കിഴക്കൻ ജെറുസലേമിലാണ് ഹോളി സ്പെൽച്ചർ ചർച്ച്. തലമുറകളായി ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലും രാമല്ല, ബത്ലഹേം, തായ്ബേ തുടങ്ങിയ നഗരങ്ങളിലും താമസിക്കുന്ന 10,000-കണക്കിന് പലസ്തീനിലെ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും തദ്ദേശീയരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ജെറുസലേമിന് പുറത്ത് താമസിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ ഏതൊരു പലസ്തീനിക്കും നഗരത്തിൽ പ്രവേശിക്കണമെങ്കിൽ സൈനിക അനുമതി നേടണം. വർഷങ്ങളായി പലസ്തീനിയൻ പ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിനോടനുബന്ധിച്ച് ജെറുസലേം സന്ദർശിക്കാൻ പതിവായി പെർമിറ്റുകൾ അനുവദിച്ചിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഈ അനുമതി നേടിയെടുക്കുക വളരെ പ്രയാസമായി. ഇസ്രായേലിന്റെ ഈ ക്രൂരമായ നിയന്ത്രണം ഇല്ലാതാക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. കണക്കുകൾ പ്രകാരം കിഴക്കൻ ജെറുസലേമിന് അപ്പുറത്തുള്ള വെസ്റ്റ് ബാങ്കിൽ 50,000-ഓളം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളത്. കൂടുതലും കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരും. ഇവരിൽ 6,000 പേർക്ക് മാത്രമാണ് ജെറുസലേം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്താൻ ഇസ്രായേൽ സൈന്യം അനുമതി നൽകിയത്. എന്നാൽ ക്രിസ്ത്യൻ നേതാക്കൾ പറയുന്നത് വെറും 4,000 പേർക്ക് മാത്രമേ അനുമതി ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. അപേക്ഷിച്ച ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് മാത്രമാകും ചിലപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ടാവുക. ഈ പെർമിറ്റുകൾക്ക് ഒരാഴ്ച മാത്രമേ സാധുതയുള്ളൂ. പലസ്തീൻ തീർത്ഥാടകരെ ജെറുസലേമിൽ ഒറ്റ രാത്രിയിലധികം തങ്ങാനും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നിരവധി സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം ഓരോ ദിവസവും പീഡാനുഭവ വാര പ്രാർത്ഥനകളുടെ ഭാഗമാകാൻ എത്തേണ്ടത്. ഓൾഡ് സിറ്റിയിൽ എത്തുന്ന പലർക്കും പോലീസിന്റെ ക്രൂരതകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 2023 ഏപ്രിലിൽ ഹോളി സ്പെൽച്ചർ ചർച്ചിൽ എത്താൻ ശ്രമിച്ച പലസ്തീനിയൻ ക്രിസ്ത്യാനികളെയും അന്താരാഷ്ട്ര തീർത്ഥാടകരെയും ഇസ്രായേലി പോലീസും സായുധ സേനയും മർദ്ദിച്ചിരുന്നു. ഭയപ്പാടോടെ അല്ലാതെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ഇനി പലരും ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ജെറുസലേം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബീൽ എന്ന ക്രിസ്ത്യൻ സംഘടനയുടെ പ്രതിനിധി ഒമർ ഹറമി പറയുന്നു. ഈസ്റ്റർ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ അടയാളപ്പെടുത്തുന്ന ഹോളി ഫയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് കഴിയാതെ പോയി. ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട 51,000-ത്തിലധികം പേരിൽ പലസ്തീനിയൻ ക്രിസ്ത്യാനികളുമുണ്ട്. ഓശാന ഞായറാഴ്ച ക്രൈസ്തവർ നടത്തുന്ന ഏക ആശുപത്രിക്ക് മേൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണവും ഉണ്ടായി. ഹോളി ഫാമിലി പള്ളിയിൽ 500-ഓളം ക്രിസ്ത്യാനികളാണ് അഭയം പ്രാപിച്ചത്. ലോകശാന്തിക്കായി യേശു കുരിശുമരണം വരിച്ച ജെറുസലേം ഇന്ന് ഏറ്റവും അപകടകരമായ സ്ഥലമാണ് എന്ന് പറഞ്ഞാലും തെറ്റാകില്ല. ഇറാന്റെ കയ്യിൽ ആണവ ബോംബുണ്ടോ? ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ആർക്കുമില്ല. അതീവ നിഗൂഢമാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ. പലതവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തിരുന്നു ഇസ്രായേൽ. ഏറ്റവും ഒടുവിൽ പിന്തിരിപ്പിച്ചത് അമേരിക്കയാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രത്യാഘാതം എന്തെന്നറിയാത്ത യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് നയതന്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം.
ആണവ വിഷയങ്ങളിൽ ഇറാൻ US രണ്ടാം റൗണ്ട് ചർച്ചയുടെ ഭാവി ഉറ്റുനോക്കുകയാണ് ലോകം. ഒക്ടോബർ 5, 2024 പ്രാദേശിക സമയം രാത്രി 10:45 മധ്യ ഇറാനിൽ അസാധാരണമായൊരു ഭൂചലനം ഉണ്ടായി. ഭൂകമ്പമാപിനിയിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സെംനാൻ പ്രവിശ്യയിലെ അർദാനായിരുന്നു. ഭൂമികുലുക്കത്തിന്റെ വ്യാപ്തി പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 110 കിലോമീറ്റർ അകലെയുള്ള ടെഹ്റാനോളമെത്തി. ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ലെന്ന സംശയം ശക്തമായി ഉയർന്നു. ഇറാൻ ആദ്യമായി ആണവ ബോംബ് പരീക്ഷണം നടത്തി എന്ന രീതിയിലാണ് പിന്നീട് റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. അതങ്ങനെയാണ്. ഇറാന്റെ ആയുധപ്പുരയിൽ എന്തുണ്ടെന്ന് ലോകത്തിന് നിശ്ചയമില്ല. അടിമുടി നിഗൂഢമാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ. ഇറാൻ ആണവായുധങ്ങൾക്കായി നടത്തുന്ന നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് US നിരന്തരം ആവശ്യപ്പെടുന്നതിനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആവർത്തിച്ച് USന്റെ അനുമതി തേടുന്നതിനും കാരണം മറ്റൊന്നുമല്ല. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്തിന്? ഇറാനിൽ ഏകദേശം 605 പൗണ്ട് യുറേനിയം 60% വരെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ലളിതമായി പറഞ്ഞാൽ 13 മുതൽ 16 കിലോ ടൺ യുറേനിയം മാത്രമാണ് ഹിരോഷിമ തകർക്കാൻ വേണ്ടി വന്നത്. ഒരുപക്ഷെ ഇറാന്റെ ഭൂഗർഭാറകളിൽ അതിനപ്പുറം പ്രഹരശേഷിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാകാം. പർവ്വതങ്ങൾക്കുള്ളിലും ഭൂമിക്കടിയിലുമുള്ള ആണവ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ സജ്ജമെന്നതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് അന്തരീക്ഷത്തിൽ. ഇറാൻ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങൾ അഭ്യൂഹങ്ങൾക്കും ഭയത്തിനും ഇന്ധനമായി. ഇറാൻ സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തലവൻ റഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞത്. ആണവായുധം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും പറഞ്ഞുവെച്ചു അദ്ദേഹം. ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രതികരണമെന്നതും ശ്രദ്ധേയം. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ വാക്പോരിനൊടുവിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അച്ചുതണ്ടിന് പഴയ ശക്തി പോരാ. സിറിയയിൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. ഹെസ്ബുല്ലയ്ക്കും പ്രഹരശേഷി കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മറുവശത്ത്. അങ്ങനെ പ്രതികൂല ഘടകങ്ങളിലൂടെ കടന്നുപോകുന്നതിനാൽ ഇറാൻ നയതന്ത്ര ചർച്ചയ്ക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമെത്തി. അമേരിക്കയുമായുള്ള ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് പിന്നാലെ ഇറാൻ റഷ്യയുമായും ആശയവിനിമയത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്ളാഡിമിർ പുടിന് ഒരു കത്തയച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യൻ സന്ദർശനവും ഉദ്വേഗങ്ങൾ ഉളവാക്കുന്നു. US ഇറാൻ ആണവ ചർച്ചയിൽ ഏതു റോളും കൈകാര്യം ചെയ്യാൻ തയ്യാറെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയുടെ പ്രതികരണം. ആയുധ നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കില്ലെന്ന ഉറപ്പ് തന്നെയാണ് പ്രധാന ചർച്ച. 2018 അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിൻവലിഞ്ഞ പോലെ ഇനിയുണ്ടാകില്ലെന്ന ഉറപ്പ് ഇറാനും ആവശ്യപ്പെടും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയിൽ നിന്ന് ഏജൻസി കേന്ദ്രങ്ങളെ വിലക്കിയിരുന്നു ഇറാൻ. ഇതിലെല്ലാം ചർച്ചകളിൽ ഉരുത്തിരിയുന്ന പരിഹാരം എന്താകും? മസ്കറ്റിലെ 1ാം റൗണ്ട് ചർച്ചകൾക്ക് പിന്നാലെ റോമിലെ 2ാം റൗണ്ട് ചർച്ചകളുടെ ഫലം ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ശത്രുത കണക്കിലെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ചർച്ചകളെ ചരിത്ര നിമിഷമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. ആശങ്കകൾ അവസാനിപ്പിച്ച് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുന്ന സുദൃഢമായ കരാർ ഉണ്ടാക്കാൻ ഇറാൻ US ചർച്ചകളിൽ കഴിയട്ടെ. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ബാബ് എൽ മാൻഡബ് കടലിടുക്ക്. ബാബ് എൽ മാൻഡബ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീരിന്റെ കവാടം എന്നാണ്.
24 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇവിടം കേന്ദ്രീകരിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണവും അമേരിക്കയുടെ പ്രത്യാക്രമണവും ഇനിയും വാർത്തകളിൽ നിറയും. കാരണം അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. ചെങ്കടലിൽ നിരന്തരമായ ഹൂതി ആക്രമണം അന്താരാഷ്ട്ര ചരക്കു വ്യാപാരത്തിൽ സൃഷ്ടിച്ച പ്രതിസന്ധി നമുക്കറിയാം. ഗസ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് കടലിലാണ് എല്ലാ കാലത്തും ഹൂതികൾ തിരിച്ചടി നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പലതവണ ശക്തമായ പ്രത്യാക്രമണം നടത്തി. അറേബ്യൻ ഉപദ്വീപിലെ യമൻ എന്ന രാജ്യത്തിനും ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ജിബൂട്ടി, എറിത്രിയ എന്നീ പ്രദേശങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്ക് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നു. ഇവിടം ഇനിയും കലുഷിതമാകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. US നാവികസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയാണ് ഇത്. എതിരാളികളുടെ പേടിസ്വപ്നം കാൾ വിൻസൻ വിമാനവാഹിനി കപ്പൽ യമനിലേക്ക് പുറപ്പെട്ടു. മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളുമായി. F-35, FA-18 ഫൈറ്റർ ജെറ്റുകൾ, ഡെക്കിൽ ഉഗ്രശേഷിയുള്ള മിസൈലുകൾ. തുറമുഖ നഗരമായ ഹൊദൈദയിലും തലസ്ഥാനമായ സനായിക്ക് വടക്കുള്ള അൽ ജൗഫ് ഗവർണറേറ്റിലും ആക്രമണങ്ങൾ പതിവാണ്. ഗസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഹൂതി വിമതരെ ലക്ഷ്യമിട്ടുള്ള തീവ്രമായ US വ്യോമാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും വെള്ളിയാഴ്ച ആയിരക്കണക്കിന് യമനികൾ സനായിലെ തെരുവിലിറങ്ങി. തോക്കും മഴവുമൊക്കെ ഏന്തിയായിരുന്നു ഐക്യദാർഢ്യം. യമനിലെ ഹജ്ജ ഗവർണറേറ്റിന് മുകളിലൂടെ പറന്ന US സൈനിക MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടിരുന്നു. USന്റെ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാന് നേരെ ഹൂതികൾ പലതവണ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് പുതിയ യുദ്ധസന്നാഹവുമായി മറ്റൊരു പടയൊരുക്കമെന്നതും ശ്രദ്ധേയം. ചെങ്കടലിൽ സംഘർഷം രൂക്ഷമായാൽ അത് സമുദ്രപാതയെ ബാധിക്കും. കടൽ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത്, കടൽ തർക്കങ്ങൾ മറുവശത്ത്. എണ്ണക്കപ്പലുകൾ ഭൂരിഭാഗവും കടന്നുപോകുന്ന സുപ്രധാനമായ സമുദ്രസഞ്ചാര പാതയിൽ നിന്ന് സമാധാന തീരത്തേക്ക് ഇനിയും ദൂരം ഏറെയാണെന്ന് ചുരുക്കം. ലോകവുമായി അമേരിക്ക പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം 3 ആഴ്ച പിന്നിടുകയാണ്. എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നാണ് കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു രാജ്യവുമായും പുതിയ കരാർ ഒന്നും ഒപ്പുവെച്ചിട്ടില്ല. ആകെ നടന്നത് ചൈനയുമായുള്ള വാക്പോരാണ്. വാടാ പോടാ വിളികളാണ് ചൈനയും അമേരിക്കയും തമ്മിൽ. ചൈനക്കാരെ വെറും കർഷകരെന്ന് വിളിച്ചു വൈസ് പ്രസിഡന്റ് JD Vance. We borrow money from Chinese peasants to buy the things those Chinese peasants manufacture. നിങ്ങളാണ് കർഷകരെന്ന് ചൈന. ചൈന ഒരു സാധാരണ രാജ്യം, കുറച്ച് വലിപ്പം കൂടുതലല്ലേ ഉള്ളൂവെന്ന് വൈറ്റ് ഹൗസ് വക്താവ്. നിങ്ങളെപ്പോലെ 200 അല്ല 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന്, പാരമ്പര്യമുണ്ടെന്ന് തിരിച്ചടിച്ച് ചൈന. ഇതല്ലാതെ പ്രശ്നം തീർക്കാനുള്ള സാധ്യതയൊന്നും കഴിഞ്ഞയാഴ്ച കണ്ടില്ല. യൂറോപ്പിലെ രാജ്യങ്ങളെ കൂടെ നിർത്താനാണ് അമേരിക്കയുടെ ശ്രമം. ഇറ്റലിയിൽ നിന്നടക്കം പല രാഷ്ട്രത്തലവന്മാരും വാഷിംഗ്ടണിൽ വന്നു പോകുന്നുണ്ട്. മറുവശത്ത് ഏഷ്യൻ രാജ്യങ്ങളെ പിടിക്കാനാണ് ചൈനീസ് നീക്കം. നോട്ടമിട്ടിരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങളെ. ആസിയാൻ എന്നാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഈ സഖ്യത്തിലെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ 10 രാജ്യങ്ങളിലൂടെ പുതിയ സഖ്യത്തിനാണ് നീക്കം. യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടക്കുന്നു. ബെയ്ജിങ്ങിലും വാഷിംഗ്ടണിലും ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ ഒന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ചൈനയോ അമേരിക്കയോ, പിന്നിൽ നിന്ന് കുത്തിയ സുഹൃത്തോ, ഗൂഢലക്ഷ്യവുമായി കുതിക്കുന്ന ഏകാധിപത്യ രാജ്യമോ, ഏതു വേണം? ഇതിലൊന്ന് തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. കാരണം നൂറ്റാണ്ടിലധികമായി നിലവിലുള്ള ലോകക്രമത്തെ മാറ്റാനാണ് ശ്രമം. അതത്ര എളുപ്പമല്ല. അമേരിക്കയ്ക്ക് പിന്മാറാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ പിന്മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും ഇപ്പോഴും കരുതുന്നത്. അതേസമയം ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമെന്ന ചീത്തപ്പേര് കിട്ടി. ചൈന അന്താരാഷ്ട്ര മര്യാദകളുടെയും മാന്യതയുടെയും ഉദാഹരണമായി മാറുകയും ചെയ്തു. ഇത് ചെറിയ കാര്യമല്ല. ഒരുപാട് കാലത്തേക്ക് ഇതിൻ്റെ പ്രതിഫലനം അന്താരാഷ്ട്ര തലത്തിലുണ്ടാകും.
എന്നുവെച്ചാൽ വ്യാപാര യുദ്ധത്തിലെ ഒന്നാം റൗണ്ടിൽ വിജയം ചൈനയ്ക്ക്. ചൈനയ്ക്ക് ബദൽ ഏത് രാജ്യമെന്ന മിക്ക ചർച്ചകളും ചെന്ന് നിൽക്കുന്നത് ഇന്ത്യയിലാണ്. 140 കോടി ജനങ്ങളുടെ ഒരു വലിയ വിപണി, കോടിക്കണക്കിന് തൊഴിലാളികളുള്ള നിർമ്മാണ കേന്ദ്രം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈ ആഴ്ച ഇന്ത്യയിലെത്തുകയാണ്. ചൈനയുടെ കഷ്ടകാലം അവസരമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ എന്നേ തുടങ്ങിക്കഴിഞ്ഞു. 10% ഇറക്കുമതി ചുങ്കം ചുമത്തപ്പെട്ടെങ്കിലും ചൈനയ്ക്കുണ്ടായ അതിലും വലിയ തിരിച്ചടിയിലുള്ള സന്തോഷം ഇന്ത്യൻ സർക്കാർ മറച്ചുവെക്കുന്നില്ല. വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും മറ്റും വലിയ ശുഭപ്രതീക്ഷയിലാണ്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം ഇന്ത്യക്ക് അനുകൂലമല്ല. ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് ചൈനയ്ക്കെതിരെ സമാനമായ നടപടി വന്നിരുന്നു. അന്നും ചൈനയ്ക്ക് പകരം ഇന്ത്യ വരുമെന്നൊക്കെ പ്രതീക്ഷയുമുണ്ടായിരുന്നു. പക്ഷേ വിയറ്റ്നാമും ദക്ഷിണ കൊറിയയുമൊക്കെയാണ് ആ സ്ഥാനം കൊണ്ടുപോയത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങൾ വഴി അമേരിക്കയിലേക്ക് പോവുകയോ ചൈനയിൽ നിന്നുള്ള സാങ്കേതികവിദ്യയും അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് അവർ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു. ഇന്ത്യക്ക് ഒന്നും കിട്ടിയില്ല, കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നതാണ് കൂടുതൽ ശരി. ചൈനയെപ്പോലെ ഇന്ത്യയെ ലോകത്തിൻ്റെ നിർമ്മാണശാലയാക്കാനുള്ള ശ്രമം മോദി സർക്കാർ തുടങ്ങിയിട്ട് കുറേയായി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തന്നെ ആവിഷ്കരിച്ചു. 2022 ആകുമ്പോൾ നിർമ്മാണ മേഖലയിൽ 10 കോടി പുതിയ തൊഴിലുകളായിരുന്നു ലക്ഷ്യം. അതൊന്നും നടന്നില്ല. പക്ഷേ ചില വൻകിട കമ്പനികളെ രാജ്യത്ത് എത്തിക്കാനായി. ഐഫോൺ നിർമ്മാണം കരാറടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഫോക്സ്കോൺ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് ഒരു ഉദാഹരണം. അതേസമയം നിർമ്മാണ മേഖലയുടെ പങ്ക് സമ്പദ്ഘടനയിൽ കൂടുകയല്ല, ഇന്ത്യയിൽ കുറയുകയാണ് ഉണ്ടായത്. 15 നിന്ന് 13%. ചൈനയിൽ ഇത് 25%. ഫാക്ടറികളിലെ യന്ത്രങ്ങളും വിദഗ്ധ തൊഴിലാളികളും സാങ്കേതിക വിദ്യയുമൊക്കെ അത്ര എളുപ്പം വൻതോതിൽ സംഘടിപ്പിക്കാവുന്ന ഒന്നല്ല, സമയമെടുക്കും. ഇന്ത്യ ആ ദിശയിൽ പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകം തുടങ്ങിക്കഴിഞ്ഞ ലോക വ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ത്യ പോരാ. ഇന്ത്യ എന്നല്ല, ഒരു രാജ്യവും പോരാ. ചൈനയില്ലെങ്കിൽ മറ്റാരുമില്ല എന്നത് അമേരിക്കയ്ക്ക് അധികം താമസിയാതെ മനസ്സിലാകുമെന്ന് ചുരുക്കം. എന്നാൽ അതുവരെ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാനാകുമോ? അതിന് ലക്ഷക്കണക്കിന് ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മറ്റു വിപണികൾ ഉടൻ കണ്ടെത്തേണ്ടി വരും. അമേരിക്കയ്ക്കാകട്ടെ ചൈന മുട്ടുമടക്കുന്നതുവരെ രാജ്യത്തെ വിലക്കയറ്റവും സമ്പദ്ഘടനയുടെ ആകെയുള്ള തകർച്ചയും കൈവിട്ടു പോകാതെ നോക്കുകയും വേണം. ഡൊണാൾഡ് ട്രംപും സി ജിൻപിങ്ങും കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. ആരുടെ കണ്ണാണ് ആദ്യം ചിമ്മുന്നത് എന്ന ഒരു മത്സരം. ആർക്ക് വേണമെങ്കിലും ജയിക്കാം, ആര് വേണമെങ്കിലും തോൽക്കാം. കുടിച്ചു തീർത്ത വീഞ്ഞിന്റെ കണക്കോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ മോശം തോന്നാറുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മുന്തിരിത്തോട്ടങ്ങളിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറിച്ചാണ്, അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ചാണ്. ഞാൻ വീഞ്ഞ് ഉപേക്ഷിച്ചാൽ ഇല്ലാതാകുന്നത് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണല്ലോ. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സമൂഹ മാധ്യമങ്ങളിൽ ഓടുന്ന പ്രചോദന വാക്യങ്ങളാണ്. ആഗോളതലത്തിൽ വൈൻ കച്ചവട കണക്ക് അല്പം പരുങ്ങലിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ വൈൻ ഉപയോഗം കുത്തനെ കുറയുന്നുവെന്നാണ് കണക്കുകൾ. വെറും കുറവല്ല, 1961 ശേഷം ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഇടിവ്. അതായത് 60 വർഷത്തിനിടെ വൈൻ ഉപയോഗം ഇത്രയും കുറഞ്ഞ കാലയളവ് മുൻപുണ്ടായിട്ടില്ലത്രേ. വൈൻ ഉൽപാദകരുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് വൈൻ ആൻഡ് വൈൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആഗോളതലത്തിലെ വൈൻ കൺസപ്ഷൻ 214.2 മില്യൺ ഹെക്ടോ ലിറ്ററിലേക്ക് കൂപ്പുകുത്തി. 2024 കണക്കാണിത്. 2023 അപേക്ഷിച്ച് നോക്കിയാൽ 3.3% കുറവ്. ഒരു വർഷം ഇത്രയും കുറവ് രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യവും. 2019 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ വർഷാവർഷം ഘട്ടം ഘട്ടമായി 12% കുറഞ്ഞു വൈൻ ഉപയോഗം. ആഗോളതലത്തിൽ വൈൻ ഉപയോഗത്തിൽ മുന്നിൽ അമേരിക്ക തന്നെയാണ്. പക്ഷേ അവിടെയും കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ്. 2024 മാത്രം അമേരിക്കയിൽ വൈൻ കച്ചവടം 5.8% കുറഞ്ഞു. 33.3 മില്യൺ ഹെക്ടോ ലിറ്റർ വൈനാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വിറ്റത്. ആഗോളതലത്തിൽ വൈൻ കച്ചവടത്തിന്റെ വിപണിയിൽ പകുതിയും യൂറോപ്പാണ്. യൂറോപ്പിലും വൈൻ നിരാശപ്പെടുത്തുകയാണ്. 2.8% കുറവാണ് വൈൻ കച്ചവടം. വീഞ്ഞ് പ്രേമികൾ ഏറെയുള്ള ഫ്രാൻസിലും സമാനമാണ് സാഹചര്യം. ഇവിടെ വൈൻ വീണത് 3.6%. സ്പെയിനും പോർച്ചുഗലുമാണ് പ്രതീക്ഷ. വൈൻ വിപണിയിൽ നേരിയ ഉണർവ്. എല്ലായിടത്തും കുറയുമ്പോൾ ഇവിടെ നേരിയ വർധനവുണ്ട് വൈൻ വിപണിയിൽ. ഉപയോഗത്തിൽ മാത്രമല്ല,
വൈൻ ഉൽപാദനവും പ്രതിവർഷം കുറയുന്നുവെന്നാണ് നിലവിലെ കണക്കുകൾ. 2024 ആഗോളതലത്തിൽ വൈൻ ഉൽപാദനം 225.8 മില്യൺ ഹെക്ടോലിറ്റേഴ്സ്. ഉൽപാദനത്തിൽ 60 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്ക്. മുൻവർഷത്തെ അപേക്ഷിച്ച് 4.8% ഇടിവ്. വിശാലമായ മുന്തിരിപ്പാടങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം കാലം തെറ്റി പെയ്യുന്ന മഴയും കടുത്ത വരൾച്ചയുമാണ്. ഇതാണ് ഉൽപാദനം ഇടിയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഫ്രാൻസ് ആണ് വൈൻ ഉൽപാദനത്തിലും മുൻനിരയിലുമുള്ള രാജ്യം. അവിടെ ഉൽപാദനത്തിൽ 23% വീണത്. കഴിഞ്ഞ വർഷത്തെ ഉൽപാദനം 36.1 മില്യൺ ഹെക്ടോലിറ്റേഴ്സ്. 1957 ശേഷം ഇത്രയും കുറവ് ആദ്യമാണ്. അമേരിക്കയിലും ഇതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ. ഉൽപാദനത്തിൽ 17.2% കുറവ്. കഴിഞ്ഞ വർഷത്തെ ഉൽപാദനം 21.1 മില്യൺ ഹെക്ടോലിറ്റേഴ്സ്. ഇറ്റലിയിലാണ് വീഞ്ഞിന്റെ കാര്യത്തിൽ അല്പം മധുരം. 44 മില്യൺ ഹെക്ടോലിറ്റർ വൈൻ 2024 ഉണ്ടാക്കി. വൈനിലെ മിന്നും താരം ഇറ്റലിയുടെ പ്രൊസെക്കോയ്ക്ക് ഇപ്പോഴും വൻ ഡിമാൻഡാണ്. 7.1 മില്യൺ ഹെക്ടേഴ്സിലുണ്ടായിരുന്ന വൈൻയാർഡ് ഇപ്പോൾ 0.6% കുറഞ്ഞു. വൈൻ ഉൽപാദനത്തിൽ മുന്നിലുള്ള ലോകത്തിലെ ആദ്യ 7 രാജ്യങ്ങളിൽ വൈൻയാർഡ് വ്യാപിപ്പിച്ചത് ഇറ്റലി മാത്രം. കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് പുറമെ ഉൽപാദന ചെലവ് കൂടുന്നതും പ്രതിസന്ധിയെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. വൈനിനോട് താൽപര്യം കുറയുന്നതും മറ്റ് ലഹരികൾ ജനപ്രീതി നേടുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. അങ്ങനെ തിരക്കേറിയ ജീവിതത്തിനിടെ അല്പം സമാധാനം നൽകുന്ന വൈനിന്റെ അവസ്ഥ ആഗോളതലത്തിൽ ഇങ്ങനെയാണ്. പഴകുന്തോറും വീര്യം കൂടുമെന്നാണ് പഴമൊഴിയെങ്കിലും പരുങ്ങലിലാണ് വീഞ്ഞിന്റെ ഉൽപാദനവും ഉപയോഗവും. നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെങ്കിലും നമ്മളെ സാന്ത്വനിപ്പിക്കുകയാണ് പാവം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പോടെ മറ്റൊരു വാർത്ത കാണാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പോൾ മനുഷ്യന്റെ സഞ്ചാരമോഹങ്ങൾ. ഡെനിസ് ടിറ്റോയെ ഓർമ്മയുണ്ടോ? സ്പേസ് ടൂറിസം എന്ന വിശാലമായ സാധ്യതയ്ക്ക് തുടക്കമിട്ടത് ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റായ ഡെനിസ് ടിറ്റോയാണ്. ചരിത്രം സൃഷ്ടിച്ച നീലസംഘത്തിൽ അവർ 6 വനിതകളുണ്ടായിരുന്നു. ലോകപ്രശസ്ത അമേരിക്കൻ പോപ്പ് ഗായിക കാറ്റി പെറി, പ്രമുഖ പത്രപ്രവർത്തക ഗെയിൽ കിങ്, നാസയിലെ മുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞയും സംരംഭകയുമായ ഐഷ ബോവ്, ബയോസ്ട്രോണിക്സ് ഗവേഷക അമാൻഡ എൻഗ്വേൻ, സിനിമാ നിർമ്മാതാവ് കെറിയാൻ ഫ്ലിൻ, ബ്ലാക്ക് ഓപ്സ് ഏവിയേഷൻ കമ്പനി സ്ഥാപക ലോറൻ സാഞ്ചസ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് ഇവരുടെ ബഹിരാകാശ വിനോദസഞ്ചാര ദൗത്യം യാഥാർത്ഥ്യമാക്കിയത്. വെസ്റ്റ് ടെക്സാസിലെ കേന്ദ്രത്തിൽ നിന്ന് ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് വനിതകൾ മാത്രമടങ്ങുന്ന പേടകവുമായി കുതിച്ചു. വിക്ഷേപണത്തിന്റെ 4-ാം മിനിറ്റിൽ പേടകം റോക്കറ്റിൽ നിന്ന് വേർപെട്ട് നീങ്ങി. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് തുടർന്ന് തിരിച്ചിറങ്ങി. അന്തരീക്ഷത്തിന്റെ അതിർത്തിയായ കർമാൻ രേഖ കടന്ന് പേടകം കുതിച്ചു. കർമാൻ ലൈൻ കടന്നതിനാൽ സാങ്കേതികമായി ഇതിനെ ബഹിരാകാശ യാത്ര എന്ന് തന്നെ വിളിക്കാം. ഉപരിതലത്തിൽ നിന്ന് 105 കിലോമീറ്റർ ഉയരെ കുതിച്ചെത്തിയ പേടകത്തിലെ ഗുരുത്വാകർഷണം കുറഞ്ഞത് 6 യാത്രികരും ആഘോഷമാക്കി. എത്തിയിരിക്കുന്നത് അത്ഭുത ലോകത്തെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഭൂമിയുടെ സൗന്ദര്യവും ചന്ദ്രന്റെ ഉദയവുമെല്ലാം അവർ കൗതുകത്തോടെ കണ്ടു. 10 മിനിറ്റോളം ബഹിരാകാശത്തിന്റെ മായികത്തട്ടിൽ അവർ ചെലവഴിച്ചു. ശേഷം പ്രത്യേക പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗം നിയന്ത്രിച്ച് നേരത്തെ നിശ്ചയിച്ച കരപ്രദേശത്ത് അവർ ഇറങ്ങി. ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ വിനോദസഞ്ചാരത്തിന്റെ 11-ാം യാത്രാ ദൗത്യമായിരുന്നു ഇത്. കമ്പനി ഉടമ ജെഫ് ബെസോസ് അടക്കം പല പ്രമുഖരും ഈ പേടകത്തിൽ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സ്ത്രീകൾ മാത്രമുള്ള ഒരു സംഘം ദൗത്യത്തിന്റെ ഭാഗമായി എന്നതായിരുന്നു പുതുമ. ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള എയറോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിന്റെ പുതിയ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് നടത്തുന്ന 11-ാം മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് NS-31. ജെഫ് ബെസോസിന്റെ പ്രതിശ്രുത വധുകൂടിയാണ് ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ബ്ലാക്ക് ഓപ്സ് ഏവിയേഷൻ കമ്പനി സ്ഥാപക ലോറൻ സാഞ്ചസ്. ബെസോസ് എർത്ത് ഫണ്ടിന്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്
ലോറൻ സാഞ്ചസ്. ഓരോ മേഖലയിലും ശ്രദ്ധേയമായ വനിതാ മുഖങ്ങളെയാണ് ബെസോസ് ഈ ദൗത്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്. ലോകമെങ്ങും എണ്ണിയാലൊടുങ്ങാത്ത ആരാധക വൃന്ദമുള്ള ഗായിക കാറ്റി പെറിയുടെ പേരിൽ തന്നെയാണ് ഈ ദൗത്യസംഘം അറിയപ്പെട്ടത്. യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറും കലയിലൂടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഫയർ വർക്ക് ഫൗണ്ടേഷൻ സ്ഥാപക കൂടിയാണ് കാറ്റി പെറി. നാസയിലെ മുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞയായ സംഘാംഗം ഐഷ ബോബ് സ്റ്റെംബോർഡ് എന്ന എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സിഇഒയും ലിംഗോ എന്ന എഡ്യൂടെക് കമ്പനിയുടെ സ്ഥാപകയുമാണ്. ബയോസ്ട്രോണിക്സ് ഗവേഷകയായ അമാൻഡ ഗുയേൻ ലൈംഗിക ക്രൂരകൃത്യങ്ങൾക്കിരയായ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തക എന്നതിനപ്പുറം വിയറ്റ്നാമിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രിക കൂടിയാണ്. പുതിയ അനുഭവങ്ങൾ ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറായ ഗെയിൽ കിങ് പ്രമുഖ പത്രപ്രവർത്തകയും CBS മോർണിംഗിന്റെ അവതാരകയുമാണ്. ദിസ് ചേഞ്ചസ് എവറിത്തിങ്, ലില്ലി എന്നീ സിനിമകളുടെ നിർമ്മാതാവും കമ്മ്യൂണിറ്റി പ്രവർത്തകയുമാണ് കെറിയൻ ഫ്ലിൻ. വിമൻ ഒൺലി ബഹിരാകാശ യാത്ര എന്ന ആശയം വലിയ ചർച്ചയാക്കി മാറ്റാൻ ബ്ലൂ ഒറിജിനും ജെഫ് ബെസോസിനും സാധിച്ചു. എന്തായാലും ഈ ദൗത്യത്തിന്റെ വിജയം ഭാവിയിലേറെ സ്ത്രീകളെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് സജീവമാക്കുമെന്നതിൽ സംശയമില്ല. ദേ പോയി ദാ വന്നു. ഇപ്പൊ അത്രയേ ഉള്ളൂ സ്പേസ് ടൂറിസം. പക്ഷേ സാധാരണക്കാർക്ക് പ്രാപ്യമാകാൻ ഇനിയും സമയമെടുക്കും. പ്രത്യാശയാണ് ഈസ്റ്റർ. നന്മയുള്ള ലോകത്തിനായി എല്ലാം ത്യജിച്ച മിശിഹയുടെ സ്മരണ. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, അതിനിടയിൽ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ കഷ്ടപ്പെടുന്നവർ, ഇവരാണ് ചുറ്റിലും. ഭൂലോകത്ത് പീഡാനുഭവങ്ങളുടെ അധ്യായങ്ങൾ അവസാനിക്കുന്ന നാൾ വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ലക്കം പൂർണ്ണമാകുന്നു.